സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ അടുത്തറിയാൻ സാധിക്കുന്നതാണ് കൊല്ലത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള. വൈക്കം മുഹമ്മദ് ബഷീറിനെ പാർപ്പിച്ചിരുന്ന കസബ സ്റ്റേഷനിലെ ജയിൽ മുതൽ പോലീസിന്റെ ആധുനിക ആയുധങ്ങൾ വരെ ജനങ്ങൾക്ക് അടുത്തറിയാനായി 14-ന് ആരംഭിച്ച മേള ഇന്ന് സമാപിക്കും. വൈക്കം മുഹമ്മദ് ബഷീർ ജയിലിൽ കിടന്നിട്ടുണ്ടോ? പിന്നെ സത്യം നമ്മുടെ കൊല്ലം ജില്ലയിലാണ് കടന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ കസബ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെ കടന്നിട്ടുള്ളത്. കാണണോ? കാണണോ? ബാ. ഇതെന്താണെന്നറിയാമല്ലോ, നമ്മുടെ പഴയ താലൂക്ക് കൊല്ലം താലൂക്ക് കച്ചേരിയാണ്, താലൂക്ക് ഓഫീസ്. അതിനു മുമ്പ് ഷാനവാസെ കസബ പോലീസ് സ്റ്റേഷനായിരുന്നു. അവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ പാർപ്പിച്ചിരുന്നത്. പക്ഷേ അത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ലെങ്കിൽ സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കസബ സ്റ്റേഷൻ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ആ കാഴ്ച കണ്ടാലോ? ഏറെക്കുറെ മതങ്ങളെല്ലാം ഒന്ന് തന്നെ, എല്ലാം മനുഷ്യരെ നന്നാക്കാൻ ശ്രമിക്കുന്നു. കസബ പോലീസ് സ്റ്റേഷൻ കൊയിലോൺ, അതായത് പണ്ട് കാലത്തെ കസബ പോലീസ് സ്റ്റേഷൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപം നമുക്ക് ഈ പ്രദർശനമേളയിൽ കാണാൻ സാധിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിനെ തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ 1942 തടവിൽ പാർപ്പിച്ച ജയിലിൻ്റെ കസബ സ്റ്റേഷനിലെ ജയിലിൻ്റെ ആവിഷ്കാരമാണ്. ഈ ജയിലിൽ കടന്ന ശേഷമാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഈ പോലീസുമായി ബന്ധപ്പെടുന്ന പല കഥകളും എഴുതാനുള്ള ഒരു പ്രചോദനമായത്. ഷാനവാസ്, അതായത് നീ മാത്രമല്ല, അദ്ദേഹം കടന്ന ജയിൽ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനടക്കമുള്ള ആൾക്കാർ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഇവിടെ എത്തി ആ ജയിലിനകത്ത് കയറിയത് ചിത്രങ്ങളൊക്കെ പകർത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ നിന്ന് മടങ്ങിയത്. ഏതൊരു പോലീസ് ലോക്കപ്പും നമുക്കെല്ലാവർക്കും പേടിയുള്ള ഒരു അനുഭവം തന്നെയല്ലേ. ഒരു ലോക്കപ്പിൽ ഒരു മിനിറ്റെങ്കിലും കിടന്നിട്ടുള്ള അനുഭവം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലോക്കപ്പിൽ ഒരു 10 മിനിറ്റ് നിൽക്കാനുള്ള അനുഭവം, ലോക്കപ്പിൽ അഴി എണ്ണുക എന്നുള്ള പ്രയോഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും അഴി എണ്ണി നോക്കി. കസബ സ്റ്റേഷൻ മാത്രമല്ല, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പോലീസിനെ കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റാളുകളുമുണ്ട്. അതായത് ഇപ്പോൾ പോലീസ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പോലീസ് ഉപയോഗിച്ചിരുന്ന എല്ലാത്തരം ആയുധങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും, അടുത്ത് പരിചയപ്പെടാൻ സാധിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് കൊല്ലം ജില്ലാ ജയിലാണ്. ജില്ലാ ജയിലിൻ്റെ സമാനമായ രീതിയിലുള്ള ഒരു ചെറു രൂപം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആദ്യമായിട്ട് ജയിലിൽ കയറി. നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണോ കയറുന്നത്? അതെ, ആദ്യമായിട്ടാണ്. എന്തോ തോന്നുന്നു? പേടി തോന്നുന്നുണ്ട്. പ്രദർശനം കാണാൻ എത്തിയ എല്ലാവരെയും നിങ്ങൾ ജയിലിൽ കയറ്റിയല്ലേ? വരുന്ന ആൾക്കാരുടെ ഒരു അനുഭവം ഇങ്ങനെയുണ്ട്. വളരെ നല്ല റെസ്പോൺസ് ആണ്. അതായത് കൊല്ലം ജില്ലയിൽ 2 ജയിലുകളാണുള്ളത്. കൊട്ടാരക്കരയുണ്ട്. കൊട്ടാരക്കരയുടെ ഒരു ചെറു രൂപം വെച്ച് ഇത് തടവുകാർ തന്നെ ചെയ്തതല്ലേ? തടവുകാർ തന്നെ ചെയ്തതാണ്. അതെ. ഒരാളും ഒരിക്കലും കയറാൻ ആഗ്രഹിക്കാത്ത ഒരു ജയിലിൻ്റെ പാർട്ടാണ് തൂക്കുമരം. അതിൻ്റെ അടക്കം എല്ലാത്തരം ജയിലിൽ എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് അതിൻ്റെ അടക്കം എല്ലാത്തരം ക്രമീകരണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് വിജിലൻസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഇവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തിയ ഒരു വ്യക്തിയുടെ കയ്യിൽ മോതിരം കുടുങ്ങി കിടക്കുന്നു. നിമിഷ നേരം കൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് മുറിച്ചു മാറ്റിയത്. കൊല്ലം ജില്ലയുടെ ടൂറിസം മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ കൊല്ലം ജില്ലയുടെ കാർഷിക പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പദ്ധതികളും ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഈ മേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഷാനവാസ്, എന്തായാലും നടന്ന് വിശപ്പായി. നമ്മൾ കഴിഞ്ഞ തവണ കാസർഗോഡ് പോയപ്പോഴാണ് അവസാനം പത്തൽ കഴിച്ചത്. പത്തലുണ്ടാ എടുക്കുക. ആ, എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കാസർഗോഡിൻ്റെ സ്വന്തമായിട്ടുള്ള നെയ്പത്തലും ബീഫുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഷാനവാസും കൊണ്ട് അപ്പം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഷാനവാസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.